ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചെമ്പനീർപ്പൂവിൽ നമ്മുടെ ശ്രുതി ഇവിടെ വീട്ടിലാണ്, മീരയുടെ വീട്ടിലാണ്. അങ്ങനെ മീരയോട് സംസാരിച്ചിരിക്കുകയാണ്. എന്തായാലും ആ സമയത്ത് ശ്രുതി വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി കുറേ നേരം ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ശ്രുതി. അങ്ങനെ ആ സമയത്ത് നമ്മുടെ മീരയുടെ ഫോണിലോട്ട്, അതായത് സച്ചിൻ രേവതിയുമായിരിക്കും ആ സമയത്ത് അവിടെ നിന്ന് പറയുക, അവൾക്ക് ഫ്രണ്ട്സിൽ ആരെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ആ മീരയുടെ വീട്ടിൽ കാണുമെന്ന് അവരങ്ങനെ പറയണ കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മീരയുടെ ഫോണിലേക്ക് ശ്രുതി വിളിക്കുകയാണ്. അപ്പൊ മീരയുടെ ഫോണിലേക്കും വിളിക്കുമ്പോൾ എടുക്കണ്ട എന്ന് ശ്രുതി ആവശ്യപ്പെടുന്ന പ്രകാരം മീര എടുക്കുന്നില്ല. അതിനുശേഷം കുറേ നേരം വിളിക്കുമ്പോൾ അവൾ എടുക്കുകയാണ്. ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട എന്നിങ്ങനെ ശ്രുതി പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത വഴിക്ക് പറയുന്നുണ്ട്, ശ്രുതി ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. അതിന് ഞാൻ ശ്രുതി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അല്ല, എന്തായാലും ശ്രുതി വിളിക്കാൻ അതിനായിരിക്കുമല്ലോ, ശ്രുതി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാനായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടേക്ക് ഇന്ന് വന്നിട്ടേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയണമെന്ന് പറഞ്ഞേൽപ്പിക്കുകയാണ്. പറയാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രുതി ഇനിയിപ്പോൾ നീ വാശി പിടിക്കേണ്ട എന്നൊക്കെ മീര പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ശ്രുതി വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് നേരെ ചന്ദ്രയുടെ കാൽക്കൽ വീണ് മാപ്പൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയും പൈസ കട്ടെടുത്തതിന് ആരോടും പറയാതെ ഇതൊക്കെ തുടങ്ങിയതിനൊക്കെ മാപ്പ് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ശരി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് മാപ്പ് കൊടുക്കുന്ന സമയത്താണ് സച്ചിയുടെ എൻട്രി. സച്ചി പറയുന്നുണ്ട്, അതെ, ഇതൊന്നും ഒരു ശരിയായ തീർപ്പല്ല, ഒരു ജഡ്ജ് എന്ന നിലയിൽ ശരിയായ തീർപ്പ് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട്, എന്തായാലും അച്ഛൻ്റെ പണം കൊണ്ടാണല്ലോ നീ ആ സ്ഥാപനം തുടങ്ങിയത്, നീ ആ കട തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ ഇനി ആ കടയുടെ ഓണർ നീയല്ല, എൻ്റെ അച്ഛനാണ്, അച്ഛൻ്റെ പേരിലേക്ക് ആ ഓണർഷിപ്പ് മാറ്റണം എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന രേവതിയും അതുപോലെ നമ്മുടെ ശ്രീകാന്തും വർഷയ്ക്കൊക്കെ ഇഷ്ടാവുന്നുണ്ട്. അവർ എല്ലാവരും കൈയടിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, എന്തിനാ മോനെ അങ്ങനെയൊന്നും വേണ്ട, അച്ഛൻ മിണ്ടാതിരുന്ന് അച്ഛൻ്റെ കഷ്ടപ്പെട്ട് പൈസ കൊണ്ടല്ലേ, അപ്പം പിന്നെ അച്ഛനല്ലേ അതിൻ്റെ ഓണർ ആവേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയ്ക്ക് അത് എന്താ പറയുക, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറയണമെന്ന് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ശ്രുതിയും പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ അവനോട് പറയുന്നുണ്ട്, ശ്രുതിയോട് പറയാണ്, നീ ഇനി മുതൽ ആ കടയുടെ മാനേജർ അത്ര മതി, അതായത് സാധാരണ ഒരു പണിക്കാരൻ ആ കടയുടെ അത്ര മതി എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവരങ്ങനെ എന്തായാലും അത് കാര്യമാക്കാതെ പോകുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയും കടയിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും അച്ഛനും അമ്മയും കൂടിയിട്ട് അവിടേക്ക് വരികയാണ്. അപ്പം അമ്മയ്ക്ക് അറിയില്ല എന്തിനാ കാര്യം എന്നുള്ളത്. എന്തായാലും അവിടേക്ക് വന്നതിന് ശേഷം നമ്മുടെ ശ്രുതിയെ, അവിടെയുള്ള എല്ലാ പണിക്കാരെയും അവിടുത്തെ എല്ലാ എംപ്ലോയീസിനെയും കംപ്ലീറ്റ് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ആ സമയത്ത് അവരുടെ മുന്നിലൊക്കെ വെച്ച് തന്നെ ശ്രുതിയെ ആ കസേരയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേൽപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇത് അച്ഛൻ്റെ കസേരയാണ്, അച്ഛനാണ് ഇതിൽ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സച്ചി നിർബന്ധിച്ചിട്ട് അച്ഛനെ രവീന്ദ്രനെ ആ കസേരയിൽ ഇരുത്തുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് പരസ്പരം എംപ്ലോയീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തായി നടക്കണേന്നുള്ള രീതിയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രുതി ആകെ നാണം കെട്ട് തൊലിയുലിഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവന് വിഷമാവുന്നുണ്ട്. അവൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനി മുതൽ എൻ്റെ അച്ഛനാണ് ഈ കടയുടെ ഓണർ, ഇവൻ നിങ്ങളെ പോലെ തന്നെ സാധാരണ ഒരു തൊഴിലാളി മാത്രമാണ് എന്ന് സച്ചി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതിക്കായാലും ആകെ സങ്കടം വരുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഈ കട ഏറ്റെടുത്തിട്ടുള്ള ഒരു ഓണർ ഉണ്ടല്ലോ, അദ്ദേഹം അവിടേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം അവിടേക്ക് വരുമ്പോൾ ശ്രുതി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ എഴുന്നേൽക്ക്, ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത്, വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് സച്ചിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ക്രെഡിറ്റേഴ്സ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് സാധനം ഇതുവരെ എത്തിച്ചു തന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരവിടെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സാധനങ്ങൾ വരാൻ ഡിലേ ആയി, എന്തായാലും നിങ്ങൾ ചെല്ലി, നിങ്ങൾക്ക് എന്തായാലും സാധനങ്ങൾ എത്തിച്ചു തരാമെന്നും പറഞ്ഞ് ആ സംഭവം സോൾവ് ആക്കുകയും നേരെ ശ്രുതിയുടെ അരികിലേക്ക് വന്നിട്ട് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇവനിങ്ങനെ പൈസ ഒരു വീടിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു, ഇത്രയും രൂപ അവൻ കൊടുത്തു, അത് മുഴുവനും നഷ്ടപ്പെട്ടു, ഇവനെ ചതിക്കുകയാണ് ചെയ്തത്, എന്തായാലും അതിൻ്റെ പുറകിൽ ആളെ ഞാൻ ഉടനെ തന്നെ കണ്ടെത്തും എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, എടാ ശ്രുതി, നിനക്ക് ഇത്രയും വിവരമില്ലേ, ഞങ്ങളൊക്കെ നീ അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അതൊന്ന് പച്ച പിടിക്കുന്നതിന് മുമ്പ് നീ
ബംഗ്ലാവ് വാങ്ങാൻ തുടങ്ങിയോ? ഞങ്ങളൊക്കെ എത്രയോ വർഷം ബിസിനസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത ഒരു 10 വർഷത്തിന് ശേഷമൊക്കെയാണ് ഞങ്ങളൊക്കെ ഒരു വീടിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ വന്നപ്പെടും, നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പണക്കാരനാവണമെന്നുള്ള ചിന്താഗതിയാണോ ഈ ശ്രുതിക്കുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് ആദ്യം അവിടെ ഒന്നും പോകുന്നത്. അതായത് സച്ചി പറയുന്നുണ്ട്, സാറ് ടെൻഷൻ അടിക്കണ്ട, ഇനി എന്തായാലും ഇതിന്റെ ഓണർ അച്ഛനാണ്, എല്ലാ ദിവസവും ആഴ്ചയിൽ 2 ദിവസം ഇവിടെ വന്ന് കണക്കും കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കും എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എന്തായാലും മറ്റന്നാളത്തെ എപ്പിസോഡ് കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്